കുറച്ചു മുമ്പ് പ്രേക്ഷകർ പല കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. സിനിമാ മേഖലകളിൽ മാത്രമാണ് ഈ ലഹരി ഉപയോഗം ശക്തമായി ഉള്ളത്, അതിനുള്ള നടപടികളാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഖാലിദ് റഹ്മാൻ പിടിയിലായ വാർത്തയോടനുബന്ധിച്ചുള്ള ഒരു കമന്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്ന് നമ്മൾ അപ്പോൾ സൂചിപ്പിച്ചു പോന്നല്ലോ. മറ്റു മേഖലകളിലും ലഹരി പടർന്നു പിടിക്കുകയാണ്. വ്യവസായ മേഖലയിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ ശക്തമാക്കിയിരിക്കുന്നു. എല്ലാ മേഖലകളിലും സജീവമായ ഇടപെടലുകളിലൂടെ ലഹരി പടർന്നു പിടിക്കുന്നത് തടയുന്നതിനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം ലഹരിക്ക് അടിമയാകുന്നുണ്ട്. ലഹരി വിൽപ്പനയും ഉപയോഗവും ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നടന്നുവരുന്നത്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലും ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം തടയാൻ നിരവധി പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉപയോഗിക്കുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ, അതിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ ബോധവൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം ഈ ഒരു ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത്. ലഹരിക്കെതിരെ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് കാർണിവലും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ലഹരിയിൽ നിന്ന് വഴിതിരിച്ചു വിടാനായിട്ട് പകരം സ്പോർട്സ് എന്നുള്ള രീതിയിൽ സ്പോർട്സിനെ ഒരു ലഹരിയാക്കുക, ഫിറ്റ്നസിനെ ഒരു ലഹരിയാക്കുക എന്നുള്ളൊരു ക്യാമ്പയിനിലാണ് ഞങ്ങൾ ഈ സ്പോർട്സ് കാർണിവൽ നടത്തുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളതൊരു ടാഗ് ലൈനായിട്ട് തന്നെ ഒരു സ്ലോഗനായിട്ട് തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇതിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്യാമ്പയിനുകളും ജില്ലാ ഭരണകൂടവും പോലീസുമായിട്ട് സഹകരിച്ചുള്ള മറ്റ് ക്യാമ്പയിനുകളും നമ്മൾ നടത്തി. ഇതൊരു ഒറ്റ പരിപാടിയായിട്ട് നിർത്തുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ടൊരു സ്കീമാണ്. കൈരളി ന്യൂസ്, പാലക്കാട്.